നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായ സബ്ജക്റ്റാണ് റെവലേഷൻ അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വെളിപ്പാട്, ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വെളിപ്പാട്. ഇന്നു മുതൽ ഈ സീരീസ് ആരംഭിക്കുകയാണ്. റോമാലേഖനം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ യേശുവിനെ കുറിച്ചല്ല സഭ കേട്ടത്, പകരം ക്രിസ്തുവിനെ കുറിച്ചാണ് സഭ കേട്ടത്. ക്രിസ്തുവിനെ കുറിച്ച് സഭ കേട്ടു. സ്തോത്രം. ക്രിസ്തുവിനെ ആര് പ്രസംഗിച്ചു? ഫിലിപ്പോസ് പോയി ശമരിയിൽ പ്രസംഗിച്ചപ്പോൾ ശമരിയ പട്ടണം തന്നെ മാറി. ഒരു പട്ടണം മാറിയെങ്കിൽ എത്രയധികമായി നിങ്ങളുടെ ജീവിതം മാറും. ഒരിക്കൽ കൂടെ, ഒരു പട്ടണത്തെ മാറ്റിയവന് എത്രയധികമായി നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റുവാൻ കഴിയും. ഒരു പട്ടണത്തെ ദൈവം മാറ്റിയെങ്കിൽ എത്രയധികമായി ദൈവത്തിന് നിങ്ങളുടെ കുടുംബത്തെ മാറ്റുവാൻ കഴിയും. അതുകൊണ്ട് ഈ ക്രൈസ്റ്റ് റെവലേഷൻ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാടിനായി സ്തോത്രം. വലത് കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ കർത്താവേ, എല്ലാവരും പറഞ്ഞ പ്രിയ കർത്താവേ, എന്നോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനം പറഞ്ഞേ, അങ്ങയുടെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആയിരിക്കട്ടെ. പറഞ്ഞേ, കർത്താവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം, അനുസരിക്കാം. യേശുവിൻ്റെ നാമം എൻ്റെ ജീവിതത്തിൽ മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരും ആമേൻ പറഞ്ഞേ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ പോയി ശമരിയയിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വെളിപ്പാടാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് പുതിയ നിയമസഭയുടെ ഏറ്റവും അന്തസത്യായ കാര്യം. പഴയ നിയമത്തിലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഭാഗമായി ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഉണ്ടായിരുന്നു. അബ്രഹാമേ, ക്രിസ്തു ആരാണ്? അവൻ പറയും എൽഷദായ്. ദൈവം വെളിപ്പെട്ടത് എൽഷദായ് ആയിട്ടാണ്. മോശേ, വാട്ട് അബൌട്ട് ഗാഡ്, അല്ലെങ്കിൽ വാട്ട് അബൌട്ട് യുവർ മെസ്സായ എന്ന് ചോദിച്ചാൽ അവൻ പറയും അവൻ പെസഹ കുഞ്ഞാടാണ്. ആ പെസഹ കുഞ്ഞാട് നിമിത്തമാണ് ഈ ഇസ്രായേൽ വിടുവിക്കപ്പെട്ടത്. യോശുവ, വാട്ട് അബൌട്ട് യു? സ്തോത്രം. മെശിഹ ആരാണ്? യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയാണ്. ഇതുപോലെ പഴയ നിയമത്തിൻ്റെ 39 പുസ്തകങ്ങളിലും മെശിഹായെക്കുറിച്ചുള്ളതായ 39 ചിത്രങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ആ ഭാഗികമായ വെളിപ്പാടുകൾ അല്ല, പകരം സമ്പൂർണമായ പരിപൂർണമായ വെളിപ്പാട് മനുഷ്യൻ പ്രാപിക്കണം എന്ന് മനസ്സിലാക്കി കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നു. എന്തുകൊണ്ട് പരിപൂർണമായ വെളിപ്പാട് പ്രാപിക്കണം? കാരണം വെളിപ്പാടിലാണ് ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെടുന്നതും പണിയപ്പെടുന്നതും. ഒരിക്കൽ കൂടെ, വെളിപ്പാടിലാണ് ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ സഭ പണിയപ്പെടുന്നതും. പ്രീച്ചറുടെ വാചകമടി കൊണ്ടല്ല, മറ്റാരുടെയോ പെർഫോമൻസ് കൊണ്ടല്ല, ഏതോ കുടുംബങ്ങളോ ഏതോ സ്വാധീനമുള്ള വ്യക്തികളോ പണമോ വിദ്യാഭ്യാസമോ ബുദ്ധി സാമർഥ്യമോ കൊണ്ടല്ല ദൈവസഭ നിൽക്കുന്നത്, ദൈവസഭ സ്തോത്രം മുന്നോട്ട് പോകുന്നത്. പകരം ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുന്നത്, പണിയപ്പെടുന്നത്, വളരുന്നത്, സ്തോത്രം വിശാലത പ്രാപിക്കുന്നത് ഒക്കെയും കർത്താവിനെ കുറിച്ചുള്ള, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് കൊണ്ടാണ്. ഞാൻ പറയുന്നത് ഒരു കെട്ടിടമല്ല, നിങ്ങൾ ഓരോരുത്തരെയും ദൈവം പണിയുന്നത് വെളിപ്പാട് കൊണ്ടാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞ വെളിപ്പാട്. സ്തോത്രം. വെളിപ്പാടിലാണ് പണിയേണ്ടത്. എന്തോ വെളിപ്പാട്? സ്തോത്രം. ക്രിസ്തു എന്ന വെളിപ്പാട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയാണ് സ്തോത്രം അഭിഷിക്തൻ എന്ന വശം ഞാനത് വീണ്ടും പറയും. എന്നാൽ ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വമാണ് യേശു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവവചനമായ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ മാലാഖ ഇറങ്ങി വന്ന് മറിയോടെ ഇങ്ങനെ പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ പാപത്തെ അവൻ ചുമക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടയണം. യേശുവായി ഈ ലോകത്തിൽ അവൻ കടന്നു വന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ അവൻ്റെ പേര് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അതെ, എന്നാൽ അവൻ യേശുവായി കടന്നു വന്നു. എന്നാൽ യേശു ആരാണ്? യഥാർത്ഥത്തിൽ അവൻ ക്രിസ്തുവാണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു ഒന്നാം ആദാമിൻ്റെ പ്രതിമ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് പോലെ ഒരു ഒടുക്കത്തെ ആദാമിൻ്റെ പ്രതിമയും നിങ്ങൾ ധരിക്കും. അർത്ഥം, സ്തോത്രം, നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ ഉള്ളതുപോലെ നിങ്ങൾക്കൊരു അകത്തെ മനുഷ്യനും ഉണ്ട്.
സ്തോത്രം, പുറത്തെ മനുഷ്യനാണ് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത്. പുറത്തെ മനുഷ്യനാണ് രോഗങ്ങൾ വരുന്നത്. പുറത്തെ മനുഷ്യനാണ് സ്തോത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പുറത്തെ മനുഷ്യനോടാണ് സാത്താൻ പൊരുതുന്നത്. പടിയ പാമ്പായ സാത്താൻ വിണ്ണിൽ നിന്ന് ഇറങ്ങി വന്നവനെ തൊടാൻ കഴിയത്തില്ല. മണ്ണിൻ്റെ രൂപം ധരിച്ചവനെ മാത്രമേ സാത്താൻ്റെ തൊടുവാൻ കഴിയത്തുള്ളൂ. കാരണം ഈ പുറത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ഞാൻ ആവർത്തിക്കുന്നു, മണ്ണിൽ നിന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മണ്ണിലെ പാമ്പ് ഇഴയത്തുള്ളൂ. മണ്ണിലെ പാമ്പ് ഇഴയത്തുള്ളൂ. പുറത്തെ മനുഷ്യനിൽ മാത്രമേ ശത്രുവായ സാത്താന് പൊരുതുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ അതേ സമയത്ത് അവൻ അകത്തെ മനുഷ്യനെ തൊടുവാൻ കഴിയത്തേയില്ല. നിങ്ങളുടെ പുറത്തെ മനുഷ്യനാണ് രോഗങ്ങളായി, ബലഹീനതകളായി, പ്രശ്നങ്ങളായി ഒക്കെ പൊരുതുവാൻ കഴിയുന്നത് ശത്രുവിന് പുറത്തെ മനുഷ്യനാണ്. എന്നാൽ പുറത്തെ മനുഷ്യന് പോരാട്ടം കടന്നു വരുമ്പോൾ പുറത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഭൗതിക വിഷയങ്ങളായി, ഞാൻ ആവർത്തിക്കുന്നു, ഭൗതിക വിഷയങ്ങളായി, ഈ ലോകത്തിലെ കാര്യങ്ങളായി എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നിങ്ങളുടെ അകത്തെ മനുഷ്യനെ അത് ബാധിക്കുവാൻ ഒരിക്കലും പാടില്ല. ഒരിക്കൽ കൂടെ പുറത്തെ മനുഷ്യനിൽ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ അകത്തെ മനുഷ്യനെ അത് ഒരു കാരണവശാലും ബാധിക്കുവാൻ പാടില്ല. സ്തോത്രം. അകത്തെ മനുഷ്യനെ ബാധിക്കുന്നു എങ്കിൽ, അയ്യോ എനിക്ക് തലവേദനയാണ് അതുകൊണ്ട് ആരാധിക്കത്തില്ല, എനിക്ക് ഇന്ന പ്രശ്നമാണ് അതുകൊണ്ട് ദൈവവേല ചെയ്യത്തില്ല, എനിക്ക് ഇന്ന പ്രയാസം വന്നിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ ആത്മീയരല്ല. നിങ്ങൾ സാഹചര്യം അനുസരിച്ച് കാറ്റിനെ നോക്കി നിങ്ങൾ വിതയ്ക്കുന്നവരാണ്, മഴയെ നോക്കി നിങ്ങൾ കൊയ്യുന്നവരാണ്. നിങ്ങൾ ഭൗമിക മനുഷ്യരാണ്. ഭൗമിക മനുഷ്യരാണ് ചുറ്റുപാടുകൾ നോക്കി ജീവിതത്തെ ട്യൂണപ്പ് ചെയ്യുന്നത്. അവർ ചിരിച്ചില്ല, എവർ കൈ തന്നില്ല, മറ്റവരെ കൈയടിച്ചില്ല, എവർ ഇങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അവൾ വളർത്തിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എത്തി, അവർ വളമിട്ടില്ല അതുകൊണ്ട് ഞാൻ വളർന്നില്ല, അവർ ഒഴിച്ച വെള്ളം മാറിപ്പോയി, തണുത്ത വെള്ളമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ ചൂട് വെള്ളമായിരുന്നു അവർ ഒഴിച്ചു തന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നോവേ, ഇൻ ജീസസ് നെയിം. നിങ്ങളുടെ പിടി മുകളിലാണ് എങ്കിൽ ആരും വളർത്തണ്ട, ആരും സ്തോത്രം നിങ്ങൾക്ക് കൈയടിക്കണ്ട, ആരും ഹോസന പാടേണ്ട. നിങ്ങൾ ആശ്രയിക്കേണ്ടവനിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതൽ ആണ് എങ്കിൽ, ഒരു മനുഷ്യൻ ഇല്ലെങ്കിലും ഒരു സാഹചര്യം ഇല്ലെങ്കിലും എല്ലാ വാതിലുകൾ അടഞ്ഞു കിടന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നും ഏലിയാവിൻ്റെ കാക്ക കടന്നു വന്ന് നിങ്ങൾക്കാവശ്യമുള്ളതായ പോർഷൻ തന്ന് എത്തിക്കേണ്ട സ്ഥാനത്ത് നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യനെ നോക്കുന്നത് നിർത്ത്, മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിർത്ത്. ഒരിക്കൽ കൂടെ, മനുഷ്യനെ നോക്കുന്നത് നിർത്ത്, മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിർത്ത്. God has a special picture concern about his son Lord Jesus Christ. യേശു കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പിതാവായ ദൈവത്തിന് അവനെക്കുറിച്ചൊരു പ്രത്യേക ചിത്രം ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞത്? യേശുവിനെ കുറിച്ച് പിതാവായ ദൈവത്തിന് ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല എനിക്ക് പറയാൻ കഴിയുന്നത്, ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ തുടങ്ങി അവസാനം വന്നു കയറിയ സഹോദരൻ വരെയുള്ളതായ സകല വ്യക്തികളെയും കുറിച്ച് ദൈവത്തിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സ്വപ്നമാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിനക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതി കാണത്തില്ലായിരിക്കാം, നിനക്ക് നിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു എക്സ്പെക്റ്റേഷൻ കാണത്തില്ലായിരിക്കാം. നിൻ്റെ പാരൻസിനുണ്ടോ എനിക്കറിയത്തില്ല. നിൻ്റെ മിത്രങ്ങൾ വിചാരിക്കുന്നത് നീ ഇങ്ങനെ പോകുമെന്നാണ്, നിൻ്റെ ശത്രുക്കൾ പറയുന്നത് നീ തൊലയുമെന്നാണ്. എന്നാൽ തമ്പുരാൻ പറയുന്നത്, ഇല്ല കുഞ്ഞെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ. യെസ്, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ശുഭകരമായ ചിത്രമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. ശവപ്പെട്ടിയല്ല ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ചിത്രം, ICU അല്ല, മേജർ സർജറി അല്ല, ബലഹീനതയല്ല, ആക്സിഡന്റ് അല്ല. ദൈവത്തിന് നിന്നെക്കുറിച്ച് ശുഭകരമായ ഒരു ചിത്രമുണ്ട്. ഇന്ന് വളരെ ശക്തമായി ഹൃദയത്തിൽ അത് നന്നായി എഴുതി പിടിപ്പിക്കണം. എല്ലാ കുഞ്ഞുങ്ങളും നിന്റെ അമ്മ കണ്ട ചിത്രത്തെക്കാൾ, നിന്റെ അപ്പന് നിന്നെക്കുറിച്ചുള്ള ചിത്രത്തെക്കാൾ, നിന്റെ പാസ്റ്റർ ഉള്ള ചിത്രത്തെക്കാൾ, മറ്റാരെക്കാളും ദൈവത്തിന് ഭയങ്കര ഒരു ചിത്രം. എല്ലാ മൈക്കലാഞ്ചലോയും ലിയാനോ ഡാവിഞ്ചിയും ഒരുമിച്ച് ചേർന്നിരുന്ന് വരച്ചാലും സ്തോത്രം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ഭയങ്കര ചിത്രം ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉണ്ട്.
ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. പറഞ്ഞാട്ടെ, ദൈവത്തിന് കണ്ണ് പിന്നെ തുടക്കം മക്കളെ. സ്തോത്രം. കരയണം. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കരഞ്ഞിട്ടാണ് വന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ ഞായറാഴ്ച ആയപ്പോഴേക്കും സഭായം കഴിഞ്ഞു. എനിക്ക് ഈ സഭായം കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ആയപ്പോഴേക്കും തുടങ്ങി. രാത്രി 3.25 മണിക്കൂർ തമ്പുരാൻ ഈ ദൂതിൻ്റെ മേജർ പാർട്ട് 3.25 മണിക്കൂർ തന്ന് ഇരുത്തിയാണ് ഈ സീരീസിലേക്ക് ഞാൻ പ്രവേശിച്ചത്. ഐ നോ ദിസ് ഈസ് ഗോയിങ് ടു ട്രാൻസ്ഫോം മെനി പീപ്പിൾ. ഇത് ഭയങ്കര മാറ്റവും വിടുതലും കൊണ്ടുവരുവാൻ വേണ്ടി പോകുന്നു. നിന്റെ സാഹചര്യം മോശമായിരിക്കാം, ഒത്തിരി വെല്ലുവിളി നിറഞ്ഞിരിക്കാം, ബട്ട് ഗോഡ് ഹാസ് എ പിക്ചർ. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ചിത്രമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ തൊഴുത്തില് ചാണകത്തിൻ്റെയും ഗോമൂത്രത്തിൻ്റെയും ഒക്കെ സ്തോത്രം നാറ്റമാണോ മണമാണോ ആ അന്തരീക്ഷത്തില് കൊതുക് നിശ്ചയമായി ഉണ്ടായിരിക്കാം. മോശം സാഹചര്യത്തിൽ സ്തോത്രം ആ കുഞ്ഞ് ജനിച്ചു വീണപ്പോഴും ആ മോശം സാഹചര്യത്തിൽ എൻ്റെ കർത്താവിന് ആ മറിയയുടെ മകനെ കുറിച്ച് ഒരു സ്തോത്രം ചിത്രം ഉണ്ടായിരുന്നു. ഇവൻ രാജ്യങ്ങളെ ഭരിക്കുന്നവനാണ്, ഇവൻ രാജാതി രാജാവാണ്, ഇവന്റെ നാമം സകല നാമത്തിന് മേലായ നാമമാണ്. ഇവന്റെ നാമം പറയുമ്പോൾ ദുർഭൂതങ്ങൾ വിറയ്ക്കും. ഇവന്റെ നാമത്തിൽ കോടി കോടി ജനം രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ഇവൻ ഏക രക്ഷകനാണ്. യെസ്, God has a divine plan concerning about Lord Jesus Christ. യേശു കർത്താവിനെ കുറിച്ച് പിതാവായ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ സാഹചര്യം മോശമായിരിക്കാം, വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ തമ്പുരാൻ നിന്നെ കുറിച്ച് പറയുന്നു, ഐ ഹാവ് എ സ്പെഷ്യൽ പ്ലാൻ അബൌട്ട് യു. എനിക്ക് നിന്നെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട് ഇൻ ജീസസ് നെയിം. അതുകൊണ്ട് ദൈവവചനമായവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ അവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ദൈവവചനമായവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ അവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ദൈവവചനമായവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ മനുഷ്യ വചനത്തിലല്ല ആശ്രയിച്ചത്. ദൈവവചനമായവൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. ദൈവവചനമായവൻ സ്തോത്രം ദൈവത്തിൽ ആശ്രയിച്ചു എങ്കിൽ ഇൻ ജീസസ് നെയിം സ്തോത്രം ദൈവത്തിൻ്റെ ആ ബ്ലൂ പ്രിന്റ്, ദൈവത്തിൻ്റെ പ്ലാന് തമ്പുരാൻ ലോക സ്ഥാപനത്തിന് മുൻപേ നിന്നെക്കുറിച്ച് വരച്ച പ്ലാൻ ഉണ്ടല്ലോ, അതിലെത്താൻ നീ ജീവിക്കേണ്ടത് എയർ കണ്ടീഷൻ എൻവിറോൺമെന്റിലല്ല, വൈഫൈ സാഹചര്യത്തിലല്ല. നീ ജീവിക്കേണ്ടത് വചനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. ദൈവവചനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നീ ജീവിക്കണം. അർത്ഥം, ദൈവത്തിൻ്റെ വചനമാണ് നിന്നെ വളർത്തുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് നിന്നെ തളരാതെ സംരക്ഷിക്കുന്നത്. നിന്നെ നിർത്തുന്ന നങ്കൂരമെന്ന് പറയുന്നത് പ്രത്യാശയാണ്. പ്രത്യാശ തരുന്നത് വചനമാണ്. ആ ധൈര്യവും വിശ്വാസവും പ്രത്യാശയും സകലത തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിൽ ബലപ്പെട്ടിട്ടുള്ളവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. വചനമാണ് നിങ്ങളെ നിർത്തുന്നത്. തിരുവനന്തപുരം മണ്ണല്ല നിങ്ങളെ നിർത്തുന്നത്. ഈ മണ്ണ് കള്ളം പറയും, ഈ മണ്ണ് മാറിപ്പോകും. പക്ഷെ നിങ്ങൾ വചനത്തിൽ നിന്നാട്ടെ, വചനത്തിൽ നടന്നാട്ടെ, വചനത്തിൽ അധ്വാനിച്ചാട്ടെ. ആകാശവും ഭൂമിയും മാറിപ്പോകും, എങ്കിലും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറുകയില്ല. പുല്ല് ഉണങ്ങും, കാണുന്ന പുല്ല് ഉണങ്ങും, പൂ വാടും, കർത്താവിൻ്റെ വചനമോ എന്നേക്കും സ്തോത്രം നിലനിൽക്കും. അതുകൊണ്ട് മനുഷ്യവചനം കേൾക്കല്ല്, മനുഷ്യവചനത്തിൽ നമ്പല്ല്, മനുഷ്യവചനത്തിൽ വിശ്വസിക്കരുത്. പകരം ദൈവവചനത്തിൽ നിന്നാട്ടെ. 2020 നിങ്ങൾ ജീവിക്കേണ്ട അന്തരീക്ഷം വചനത്തിൻ്റെ അന്തരീക്ഷമായിരിക്കട്ടെ. നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല ശബ്ദങ്ങളുണ്ടാകാം. സ്തോത്രം നിങ്ങളെ ശല്യപ്പെടുത്തുന്ന, നിങ്ങളെ ചൊറിയുന്ന, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പല ശബ്ദങ്ങളുണ്ടായിരിക്കാം. ദൈവദാസന്മാരെ ഞങ്ങൾക്ക് പോലും വരാറുണ്ട്. സ്തോത്രം, ഈ ഫോൺ കണ്ടുപിടിച്ചവനെ ശപിച്ചു പോകുന്നതായ അവസരങ്ങളുണ്ട്. സ്തോത്രം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ പന്നപിശാചേ, നിന്റെ വാ അടഞ്ഞിരിക്കെ, എന്നേക്കുമായി നിന്റെ വാതാറ്റമുള്ള വായി എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യം ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 2 തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടായി. നിന്റെ ടീച്ചേഴ്സ് നിനക്കെതിരെ സംസാരിച്ചു കാണും, നിന്റെ പാരൻസ് ഒരു പക്ഷേ സംസാരിച്ചിരിക്കാം. സ്തോത്രം. നിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിനക്കെതിരെ സംസാരിച്ചിരിക്കാം, നിന്റെ കൂടെ പഠിക്കുന്നവർ നിനക്കെതിരെ സംസാരിച്ചിരിക്കാം. മക്കളെ, നീ വിശ്വസിക്കേണ്ടത്, നീ നമ്പേണ്ടത്, നീ ആശ്രയിക്കേണ്ടത് മനുഷ്യന്റെ ശബ്ദത്തിലല്ല, ദൈവത്തിന്റെ ശബ്ദത്തിൽ. യേശു കർത്താവിനെ കുറിച്ച് 2 സെക്ഷൻ ശബ്ദങ്ങൾ ഉയർന്നതായി തിരുവചനം പറയുന്നു. ഒന്ന്, അവന്റെ ഭൗതിക ജീവിതത്തെക്കുറിച്ച്,
മറ്റൊന്ന് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്. ഒന്ന് തൻ്റെ ലൈഫിനെ കുറിച്ച്, മറ്റൊന്ന് മിഷനെക്കുറിച്ച് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് മനുഷ്യർ പറഞ്ഞത് നിങ്ങൾക്കറിയാം. ഫിലിപ്പിൻ്റെ കൈസരിയിൽ ശിഷ്യന്മാർ ഇപ്രകാരം പറഞ്ഞു: നീ യോഹന്നാൻ സ്നാപകൻ, നീ ഏലിയാവ്, നീ ഇരമ്യാവ്, നീ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് മനുഷ്യൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് മിനിസ്ട്രി. അവൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് പറഞ്ഞത്. നിന്റെ പ്രസംഗം അങ്ങനെയിരിക്കുന്നു, നിന്റെ ശക്തി ഇങ്ങനെയായിരിക്കുന്നു, നിന്റെ കണ്ണുനീര് അങ്ങനെയായിരിക്കുന്നു, നീ ചുമക്കുന്ന അഭിഷേകം അങ്ങനെയാണ്. അതുകൊണ്ട് നീ സ്തോത്രം യോഹന്നാൻ സ്നാപകൻ, അതുകൊണ്ട് നീ ഏലിയാവ്, അതുകൊണ്ട് നീ ഇരമ്യാവ്, അതുകൊണ്ട് നീ പ്രവാചകന്മാരിൽ ഒരുത്തൻ. ഒന്ന്, നിന്റെ ശുശ്രൂഷയെക്കുറിച്ച് മനുഷ്യർ ചിലപ്പോൾ ഹോസന്ന പാടും. കൊള്ളാം, യോഹന്നാൻ സ്നാപകനെ പോലെ. സ്തോത്രം, കൊള്ളാം, ഏലിയാവിനെ പോലെ. കൊള്ളാം, സ്തോത്രം, ഇരമ്യാവിനെ പോലെ എന്ന് മറ്റ് ദൈവദാസന്മാരെയും മറ്റ് ദൈവമക്കളെയും കമ്പയർ ചെയ്ത് തുലനം ചെയ്ത് മനുഷ്യൻ നിന്നെക്കുറിച്ച് പറയുമായിരിക്കും. പക്ഷേ ഇൻ ജീസസ് നെയിം ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നീ അവരെ പോലെ അല്ല. നെവർ. നീ അവരെ പോലെയല്ല. മനസ്സിലാക്കുന്ന ഞാൻ പറയുന്നത് ഡീപ്പാണോ അതോ സിമ്പിൾ ആണോ? മനസ്സിലാക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞേ. നീ യോഹന്നാൻ സ്നാപകനാണോ യേശു? അല്ല. ഇരമ്യാവാണോ യേശു? ഒരിക്കലല്ല. ഏലിയാവാണോ യേശു? നോ, നെവർ. പ്രവാചകന്മാരിൽ ഒരുത്തനാണോ യേശു? അല്ല. ഇതുപോലെ മനുഷ്യർ നല്ല കാര്യമാണ് പറയുന്നത്. അവർ മറ്റുള്ളവരെ പോലെ, നീ അവളെ പോലെ പഠിക്കുന്നു, നീ അവനെ പോലെ ജീവിക്കുന്നു, നീ അവനെ പോലെ വീട് വെച്ചു, നീ അവനെ പോലെ ജോലി ചെയ്തു, നീ അവനെ പോലെ ജോലി കിട്ടി, നീ അവനെ പോലെ എക്സാം എഴുതി വലുതാകണം, സ്തോത്രം എന്നൊക്കെ കമ്പയർ ചെയ്ത് പറയും. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ഞാൻ അവരെ പോലെയല്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഞാൻ അവരെ പോലെയല്ല. ഞാൻ നിങ്ങളെ നോക്കി ഒരു ദൂത് പറയട്ടെ. ഈ വർഷം നിന്റെ വർഷമാണ്. ഈ വർഷം അവർ ജയിച്ചതുപോലെയല്ല നീ ജയിക്കാൻ പോകുന്നത്. ഈ വർഷം അവർ എക്സാം എഴുതിയതുപോലെയല്ല നീ എക്സാം എഴുതാൻ പോകുന്നത്. ഈ വർഷം അവർ പഠിച്ചതുപോലെയല്ല നീ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവർ ശുശ്രൂഷിച്ചതുപോലെയല്ല നീ ശുശ്രൂഷിക്കാൻ പോകുന്നത്. ഇൻ ജീസസ് നെയിം ഞാൻ സ്ഥിരം പറയുന്ന വീണ്ടും പറയട്ടെ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത സ്തോത്രം, സംതിങ് ന്യൂ, എന്തോ പുതിയതാണ് സൃഷ്ടികർത്താവ് നിനക്ക് വേണ്ടി ഈ വർഷം കരുതി വച്ചിരിക്കുന്നത്. ബിക്കോസ് ഗോഡ് ഹാസ് എ സ്പെഷ്യൽ പ്ലാൻ about you. കർത്താവിന് നിന്നെക്കുറിച്ച് ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. പോസിറ്റീവ് ശബ്ദമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കൊള്ളാം, നീ ഇരമ്യാവ്, നീ സ്തോത്രം ഏലിയാവ്, നീ യോഹന്നാൻ സ്നാപകൻ എന്ന് അറ്റ്ലീസ്റ്റ് മറ്റ് ദൈവദാസന്മാരെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അവന്റെ ജീവിതത്തെക്കുറിച്ച് ലോകം പറഞ്ഞത് വെറും നെഗറ്റീവായ കാര്യമാണ്. അവൻ ആരെന്ന് ഞങ്ങൾക്കറിയാം, മറിയയുടെ മകനല്ലേ എന്ന് പറയുന്നത് പോലെ. സ്തോത്രം, അതെ, അവൻ മറിയയുടെ മകൻ. അവൻ ആരെന്ന് നമുക്കറിയാം, അവന്റെ വീട്ടുകാരെ പോലെ നമുക്കറിയാം, വീടിന്റെ ജാത്യാലയുടെ ഗുണമല്ല എന്ന് സ്തോത്രം. നിങ്ങൾക്ക് പത്തനാപുരംകാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. സ്തോത്രം, അതെ, ആരെന്നറിയാം, ആ കുടുംബം അല്ലയോ എന്ന് സ്തോത്രം ജനം നെഗറ്റീവായി കൊണ്ടു. മറിയയുടെ മകൻ എന്ന് ജനം പറഞ്ഞു. ഇരമ്യാവും ഏലിയാവും സ്തോത്രം, അതേ, പ്രവാചകന്മാരിൽ ഒരുത്തനും യോഹന്നാൻ സ്നാപകനാണെന്ന് പോസിറ്റീവ് ആയിട്ടല്ല പറഞ്ഞത്. അവനെ തരം താഴ്ത്തിയും പറഞ്ഞു. മറിയയുടെ മകനല്ലേ, അവൻ എത്ര തുള്ളിയാലും എത്ര ആരാണെന്ന് നമുക്കറിയാം. ഇവന്റെ സഹോദരന്മാർ ആരെന്ന് നമുക്കറിയാം. ഇവരുടെ സഹോദരിമാർ ഞങ്ങളുടെ കൂടെയുണ്ട്. മാത്രമല്ല പറഞ്ഞ് അവസാനം അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റാണ്, അവൻ പാപികളെ സ്നേഹിതൻ. സുവിശേഷത്തിൽ നിങ്ങൾ യേശു പാപികളെ സ്നേഹിതൻ എന്ന് പറഞ്ഞത് വായിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശു പാപികളെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾ മീനിങ് എന്താണ്? പാപികളെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കുക, ഗ്രീക്കിൽ പറഞ്ഞുതരാം. സ്തോത്രം, പാപികളെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായി എഴുതിയെടുക്കണം. പാപികളെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ ദ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്, അത്രയേ ഉള്ളൂ. പാപികളെ സ്നേഹിതൻ, അത് തന്നെയാണ് ഗ്രീക്കിലും എഴുതിയിരിക്കുന്നത്. പാപികളെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ പാപികളെ സ്നേഹിതൻ, അത് തന്നെയാണ്. കുഷ്ഠരോഗികളെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗികളെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗി. ദാറ്റ്സ് ഓൾ. സ്തോത്രം, അതെ, 4 കുഷ്ഠരോഗികൾ ശമരിയുടെ പടിവാതിക്കൽ ഒരുമിച്ച് കൂടിയിരുന്നു. അവർ ഒരുമിച്ച് കൂടിയിരുന്നത് എന്തുകൊണ്ട്? ഒരുമിച്ച് ട്യൂഷൻ പഠിച്ചത് കൊണ്ടല്ല, അവർ 4 പേരും കുഷ്ഠരോഗികളായതുകൊണ്ട് ഒരുമിച്ച് കൂടിയിരുന്നു. കുഷ്ഠരോഗം അവർക്ക് കോമൺ ആണ്. ഒരുമിച്ച് ഒരു കൂട്ടർ ഒരുമിച്ച് കൂടിയിരിക്കണമെങ്കിൽ there will be some common factor. അവിടെ പൊതുവായ എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കും. അതാണ് അവരെ ഒരുമിച്ച് കൂട്ടിയിരുത്തിയിരിക്കുന്നത്. നോക്കണമേ, സ്തോത്രം, അതെ, ഫാദർ ഡാമിയൻ എന്നു പേരുള്ളതായ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ബ്രദർ ഡാമിയൻ അല്ല, പുള്ളി നല്ല മനുഷ്യനാണ്. ഫാദർ ഡാമിയൻ, സ്തോത്രം, ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളെ സ്നേഹിതനായി
കുഷ്ഠരോഗികളുടെ സ്നേഹിതനായ ഫാദർ ഡാമിയൻ എങ്ങനെയാ മരിച്ചത്? പറഞ്ഞേ. കുഷ്ഠരോഗികളുടെ സ്നേഹിതനൻ ലെപ്പർ, സ്തോത്രം. കുഷ്ഠരോഗികളുടെ സ്നേഹിതനായിരുന്ന ഫാദർ ഡാമിയൻ എങ്ങനെയാ സ്തോത്രം മരിച്ചത്? വില്ലൻ ചുമ വന്നിട്ടല്ല മരിച്ചത്, കുഷ്ഠരോഗം വന്നാണ് മരിച്ചത്. സ്തോത്രം. പാപികളുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ, കുഷ്ഠരോഗിയുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗിയാണ് എന്നതുപോലെ പാപികളുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ പാപിയാണ്. ഹേ, കോടാനുകോടി ദൂതന്മാർ സ്വർഗത്തിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു സ്തുതിക്കുന്നവനെ ഇറങ്ങി നിൽക്കുന്നത്, സ്വർഗത്തെക്കാൾ വിശുദ്ധനായി ഇറങ്ങി നിൽക്കുന്നത്, ഗബ്രിയേലിനേക്കാൾ, മിഖായേലിനേക്കാൾ, കെരൂബുകളെക്കാൾ, സെറാഫുകളെക്കാൾ, മറ്റേത് ദൂതന്മാരെക്കാളും വിശുദ്ധനായവൻ ഇറങ്ങി നിൽക്കുകയാണ്. അവനെ നോക്കിയിട്ടാണ് പൊതുജനം പറഞ്ഞത്, സ്തോത്രം, യവൻ പാപികളെ സ്നേഹിതൻ. ചിന്തിക്കുക ദൈവ പൈതലേ, അങ്ങനെയെങ്കിൽ നിന്നെ ഈ ലോകം വെച്ചോ? സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഈ ലോകം വെച്ചോ? അപ്പോ മറിയയുടെ മകൻ, അവന്റെ സഹോദരന്മാരാരെന്നറിയാം, അവന്റെ വീട്ടുകാരെന്നറിയാം. അവൻ പാപികളെ സ്നേഹിതനാണ്, പാപികളോട് കൂടെ അവൻ ഭക്ഷണം കഴിക്കാൻ പോയി, എക്സെട്രാ 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 എന്ന് പറഞ്ഞ് നെഗറ്റീവ് ശബ്ദങ്ങളൊക്കെ അവന്റെ ചുറ്റും ഉയർന്നു. പക്ഷേ എനിക്കെന്ന് പകൽ നിന്നെ നോക്കി പറയാനുള്ളത്, മനുഷ്യനും പിശാചും പറയുന്നതായ നെഗറ്റീവ് ശബ്ദം നിന്റെ പദ്ധതിയെ ഒരിക്കലും തകർക്കാൻ പോകുന്നില്ല. നോവേ. മനുഷ്യനും സ്തോത്രം സാത്താനും നിനക്കെതിരെ പറയുന്ന ഒരൊറ്റ നെഗറ്റീവ് ശബ്ദം ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതിയെ സ്തോത്രം തകർക്കുന്നില്ല. എത്രയോ സ്തോത്രം നെഗറ്റീവ് ശബ്ദങ്ങൾ യേശുവിനെതിരെ, അവന്റെ ശുശ്രൂഷയ്ക്കെതിരെ, അവന്റെ പേഴ്സണാലിറ്റിക്കെതിരെ, അവന്റെ വ്യക്തിത്വത്തിനെതിരെ, യേശുവിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഉയർന്നപ്പോഴും 3 പ്രാവശ്യം പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പിതാവായ ദൈവത്തിന്റെ ശബ്ദത്തിൽ മറ്റ് മനുഷ്യന്റെ ശബ്ദം സ്തോത്രം അതെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഒരിക്കൽ കൂടെ പിതാവായ ദൈവത്തിന്റെ ശബ്ദത്തിൽ മനുഷ്യന്റെ ശബ്ദം ക്യാൻസൽ ചെയ്യപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ ഭാവിക്കെതിരെ, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, അവളുടെ ജയത്തിനെതിരെ, അവന്റെ അഡ്മിഷനെതിരെ മനുഷ്യനും സാത്താനും പറഞ്ഞതായ സകല നെഗറ്റീവ് ശബ്ദങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ട് ദൈവത്തിന്റെ റിപ്പോർട്ട്, ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ വെളിപ്പെടുമാറാകട്ടെ. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, ദൈവത്തിന്റെ പദ്ധതി മാത്രം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തിരുവനന്തപുരം ദേശാധിപതി നിനക്കെതിരെ വരച്ചിരിക്കുന്നതായ അവന്റെ സകല വളയങ്ങളും, നിനക്കെതിരെ വളച്ചു വെച്ചിരിക്കുന്ന, വരച്ചിട്ടിരിക്കുന്ന സകല വളയങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൂതന്മാർ ഇറങ്ങി ക്യാൻസൽ ചെയ്ത് അതിനെ മായ്ച്ചു കളഞ്ഞ് നിനക്ക് സ്വാതന്ത്ര്യം നൽകി തന്ന് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കട്ടെ. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. ഗ്രാമത്തിൽ, പട്ടണത്തിൽ, വിശേഷിച്ച് സ്വന്തം സ്ഥലത്ത് യേശുവിനെ യെരൂശലേം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടായത് നാസ്രയത്തിലാണ്. സ്തോത്രം. സ്വന്തം സ്ഥലത്ത് നിന്ന് ഉയർന്നതായ ആ ശബ്ദങ്ങളെ പിതാവായ ദൈവത്തിന്റെ ശബ്ദം ക്യാൻസൽ ചെയ്തു. 3 സ്ഥലത്താണ് പിതാവിന്റെ ശബ്ദം കേട്ടത്. ഒന്ന്, യോർദാന്റെ കരയിൽ പിതാവായ ദൈവം സംസാരിച്ചു. എന്താ ജോർദാൻ എന്ന് പറഞ്ഞാൽ? സ്തോത്രം. അറ്റ് ദ ബാങ്ക് ഓഫ് റിവർ ജോർഡൻ when he prayed, the heavens torn open and the Holy Ghost came upon him like in the form of a dove. യോർദാന്റെ കരയിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധ ആത്മാവ് പ്രാവന്ന ദേഹരൂപത്തിൽ യേശുവിന്റെ മേൽ കടന്നു വന്നു. എന്താണ് യോർദാന്റെ അർത്ഥം? യോർദാൻ എന്ന് പറയുന്നത് മരണം, അല്ലെങ്കിൽ മരണത്തിന് തത്തുല്യമായ വേദന, മരണം അല്ലെങ്കിൽ ഒരു അവസാനം. ഇന്ന് പകരം ആരോ ചിന്തിക്കുന്നു, ഇതാ എന്റെ അവസാനം വന്നിരിക്കുന്നു, ഇതോടെ ഞാൻ തീരുവാൻ വേണ്ടി പോകുന്നു, ഇതിനപ്പുറം എനിക്ക് കടക്കുവാൻ കഴിയത്തില്ല. Come on in Jesus name. എന്നാൽ ഇന്ന് പകൽ ഈ വർഷത്തിന്റെ 2ാമത്തെ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ഒരാഴ്ച എന്നെ ഒരുക്കി സ്തോത്രം പറഞ്ഞയച്ചത്, പോയി എന്റെ പിള്ളേരോട് പറ, ഇത് അവരുടെ ഫിനിഷിംഗ് പോയിന്റ് അല്ല. ഈ യോർദാൻ അവരുടെ ഫിനിഷിംഗ് പോയിന്റ് അല്ല, പകരം അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അത്രേ. യെസ്. ഇവിടുന്ന് നീ തുടങ്ങാൻ പോകുകയാണ്. ഇവിടുന്ന് നീ ആരംഭിപ്പാൻ വേണ്ടി പോകുന്നു. എങ്ങനെ നീ ആരംഭിക്കും? ദൈവത്തിന്റെ അനോയിന്റിങ്ങിൽ, ദൈവത്തിന്റെ അഭിഷേകത്തിൽ. പറ, അഭിഷേകം. ശക്തിയോടെ
അഭിഷേകം. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയെടുക്ക. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. യേശുവിനെ ക്രിസ്തുവാക്കിയത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഓഹോ, യേശുവിനെ ക്രിസ്തുവാക്കിയത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. 30 വർഷം വരെ ജനം വിചാരിച്ചത് അവൻ തച്ചനാണ്. സ്തോത്രം, കസേരയും മേശ ഉണ്ടാക്കി ഇവൻ ഞങ്ങളെപ്പോലെ ഒതുങ്ങിക്കൂടും. നോ, യേശുവിന്റെ നാമത്തിൽ. എന്നാൽ ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, നിന്റെ സുഹൃത്തുക്കൾ അതിശയിക്കുവാൻ പോകുന്നു, നിന്റെ ശത്രുക്കൾ ഞെട്ടുവാൻ പോകുന്നു, നിന്റെ ബന്ധുക്കൾ മൂക്കത്ത് വിരവിളക്കുവാൻ പോകുന്നു. കാരണം നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്ന ഒരുവൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ പേരാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. യെസ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് നിന്റെ ബാഡ്ജ്, പരിശുദ്ധാത്മാവാണ് നിന്റെ ഐഡന്റിറ്റി, പരിശുദ്ധാത്മാവാണ് നിന്റെ യൂണിഫോം. നിന്റെ എഡ്യൂക്കേഷൻ അല്ല, നിന്റെ ട്യൂഷൻ സാറിന്റെ സ്കില്ലല്ല, നിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കഴിവല്ല, നിന്റെ സ്തോത്രം മറ്റെന്തോ ബ്രെയിൻ സ്കില്ലും മസിൽ ഭാവനമല്ല. പകരം ഇൻ ജീസസ് നെയിം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് സകല പരിധികളെയും പരിമിതികളെയും നുകങ്ങളെയും തകർത്ത് കളഞ്ഞിട്ട്, ഞാൻ വീണ്ടും പറയും, പരിശുദ്ധാത്മാവ് സകല പരിധികളെയും പരിമിതികളെയും നുകങ്ങളെയും തകർത്ത് കളഞ്ഞിട്ട്. കൈയടിക്കുന്ന നേരെ അടിക്കും മക്കളെ, നിന്റെ കാര്യമാണ്. പരിശുദ്ധാത്മാവ് സകല പരിധികളെ പരിമിതികളെ നുകങ്ങളെ ചങ്ങലകളെ ജയിലുകളെ ശാപങ്ങളെ ബന്ധനങ്ങളെ കൂടോത്രത്തെ തകർത്ത് കളഞ്ഞിട്ട് ആൾ മാറിയവനെ പോലെ ആൾ മാറിയവളെ പോലെ ആൾ മാറിയവനെ പോലെ ആൾ മാറിയവനെ പോലെ എത്തിക്കേണ്ട സ്ഥാനത്ത് നിന്നെ എത്തിപ്പാൻ വേണ്ടി പോകുന്നു. ഇൻ ജീസസ് നെയിം ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ശക്തിയോടെ. അവൻ ആശാരിയല്ല, അവൻ മറിയയുടെ മകനല്ല, അവന്റെ സഹോദരന്മാരെ പോലെയല്ല, അവന്റെ സഹോദരിമാരെ പോലെയല്ല, നാട്ടുകാർ പറയുന്ന പോലെയല്ല. നസ്രയത്തിന്റെ റിപ്പോർട്ട് ക്യാൻസൽ ചെയ്യുകയാണ്. നസ്രയത്തിന്റെ റിപ്പോർട്ട് അന്ന് ക്യാൻസൽ ചെയ്തെങ്കിൽ തിരുവനന്തപുരത്തിന്റെ റിപ്പോർട്ട് നിന്റെ മേൽ കിടക്കുന്നത്, അത് ജാതകത്തിന്റെ റിപ്പോർട്ടാകട്ടെ, മനുഷ്യന്റെ റിപ്പോർട്ടാകട്ടെ, നാരായൺ കൊണ്ട് എഴുതിയ മന്ത്രവാദിയുടെ റിപ്പോർട്ടാകട്ടെ, യേശുവിന്റെ രക്തം ജയം ഇന്ന് പകൽ ആ ശാപം, ആ ബന്ധനം, ആ ഭൂതം, ആ ബുദ്ധി അത് ക്യാൻസൽ ചെയ്ത് എത്തേണ്ട സ്ഥാനത്ത് ദൈവം നിന്നെ എത്തിക്കുന്നു. നസ്രയത്തിൽ ഇടുങ്ങിയ ഞെരുക്കമുള്ള ആ താഴ്ചയുടെ ഭവനത്തിൽ നിന്ന് സ്തോത്രം അവൻ ആരംഭിക്കുമ്പോഴും പിതാവായ ദൈവത്തിന് അവനെ കുറിച്ചുള്ള പിക്ചർ എന്ന് പറയുന്നത് സകല നാമത്തിന് മേലായ നാമം. സ്തോത്രം, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദൈവാതി ദൈവം. സ്തോത്രം, കോടാനുകോടി ജനത്തെ ദാറ്റ് മീൻസ് മാനകുലത്തെ മുഴുവൻ രക്ഷിക്കുന്ന രക്ഷകൻ. ഓ, ആർക്കും ചിന്തിപ്പാൻ കഴിയാത്ത, അമ്മ മറിയയ്ക്ക് പോലും എത്തിപ്പിടിപ്പാൻ കഴിയാത്ത, ശിഷ്യന്മാരോട് ആരോടും പറഞ്ഞാൽ വിശ്വസിക്കാത്ത, ആ സകലർക്കും മറഞ്ഞിരുന്ന ഒരു ഭയങ്കര പ്ലാൻ ക്രിസ്തുവിനെ കുറിച്ച് യേശു കർത്താവിനെ സംബന്ധിച്ച് പിതാവായ ദൈവത്തിനുണ്ടായിരുന്നു. പോയി ക്രിസ്തുവിനെ കുറിച്ച് യേശു കർത്താവിനെ സംബന്ധിച്ച് പിതാവായ ദൈവത്തിനുണ്ടായിരുന്നു. യേശുവിനെ ക്രിസ്തുവായി അവന്റെ വിലയേറിയ പദ്ധതിയിലേക്ക് എത്തിപ്പാൻ കഴിഞ്ഞത് മറന്നുപോകല് ദൈവത്തിന്റെ കൃപയാൽ. എന്താണ്? ദൈവത്തിന്റെ അനോയിന്റിംഗ് ആണ്. സ്തോത്രം, കർത്താവിന്റെ അഭിഷേകമാണ്. അഭിഷേകത്തിന്റെ സമയത്ത് സ്തോത്രം, പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വീണ്ടും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് സ്തോത്രം, മറുരൂപം അരികിൽ വെച്ച് പിതാവായ ദൈവം വീണ്ടും പറയുകയാണ്, സ്തോത്രം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. വീണ്ടും മുന്നോട്ട് പോയി ദേവാലയത്തിൽ വെച്ച്, യെരൂശലേമിൽ വെച്ച് കർത്താവ് പറയുന്നു, സ്തോത്രം, ഇവനെ ഞാൻ മഹത്വപ്പെടുത്തി വീണ്ടും മഹത്വപ്പെടുത്തും. ഇവനെ ഞാൻ ഓൾറെഡി മഹത്വപ്പെടുത്തി വീണ്ടും ഞാൻ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാസ്രയത്ത് തുടങ്ങി യെരൂശലേം വരെ ഒരു ടെമ്പസ്റ്റ് പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു സുനാമി പോലെ ആർക്കും തടുക്കാൻ കഴിയാതെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികാലം അഭിഷിക്തനായവൻ നിന്നത് ദൈവത്തിന്റെ അനോയിന്റിങ്ങിലാണ്, ദൈവത്തിന്റെ അഭിഷേകത്തിലാണ്. ആർക്കും അവനെ തടയുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവർ ഇന്ന് പകൽ തിരിച്ചറിയട്ടെ, നിന്നെ തടയുവാൻ ഒന്നിനും ആർക്കും ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ.
സ്തോത്രം. അതേ അഭിഷേകത്തിൽ അവൻ ദൈവത്തിന്റെ കൃപയാൽ മുന്നോട്ട് 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 കടന്നുപോയി. സ്തോത്രം. യോർദാന്റെ കരയിൽ വെച്ച് അവൻ അഭിഷേകം പ്രാപിച്ചു. ഞാൻ പറയാറുണ്ട്, സ്തോത്രം, പുരോഹിതനാകുന്ന അഹരോന്റെ മേലാണ് സ്തോത്രം ആദ്യമായി അഭിഷേകം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. യാക്കോബിന്റെ കുടുംബത്തിൽ ആദ്യം അഭിഷേകം വന്നത് അഹരോന്റെ മേലാണ്. ഒരിക്കൽ കൂടെ ആദ്യം അഭിഷേക തൈലം വന്നത് സ്തോത്രം അഹരോന്റെ മേലാണ്. കീശിന്റെ മകൻ ശൗലിന്റെ മേലും ദാവീദിന്റെ മേലും അഭിഷേകം വന്നത് പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ആദ്യം അഭിഷേകം വന്നത് അഹരോന്റെ മേലാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അതേ ത്യജിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ത്യജിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉപേക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, അഹരോൻ അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ടവനാണ്. അഹരോൻ അപ്പനാൽ ശപിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ടവനാണ്. അപ്പൻ ശപിച്ചവനാണ് അഹരോൻ അഥവാ ലേവി. അപ്പൻ ശപിച്ചവനാണ് ലേവി. യാക്കോബ് ലേവിയെ ശപിച്ചു. ഉൽപ്പത്തി 49:7 അപ്പൻ ലേവിയെ ശപിച്ചു. എന്നാൽ മനുഷ്യന്റെ ശാപം കേട്ട് ഇന്ന് നിങ്ങൾ തകർന്നിരിക്കുന്നുവെങ്കിൽ, മനുഷ്യന്റെ ശാപം കേട്ട് തകർന്നിരിക്കുന്നെങ്കിൽ ആ ശാപത്തെ ക്യാൻസൽ ചെയ്യുക മാത്രമല്ല, ആ ശാപത്തെ റിവേഴ്സ് ചെയ്ത് ആ ശാപത്തെ സ്തോത്രം അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിവുള്ളവൻ നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ. അപ്പൻ ലേവിയെ ശപിച്ചു. സ്തോത്രം. ദൈവം ആ ശാപത്തെ ക്യാൻസൽ ചെയ്യുക മാത്രമല്ല ചെയ്തത്, ദൈവമായ കർത്താവ് ആ ശാപത്തെ അനുഗ്രഹമാക്കി. ഏത് വീട്ടിൽ വെച്ച് അവൻ ശപിക്കപ്പെട്ടു, അതേ വീട്ടിൽ ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേൽ വീഴുകയുണ്ടായി. നിന്റെ വീട്ടിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശാപം കേട്ട് വളർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിന്റെ കസിൻസ് വിടിവിക്കപ്പെടുന്നത്, നിന്റെ സഹോദരങ്ങൾ വിടിവിക്കപ്പെടുന്നത് ബെന്നിഹിന്റെയോ മറ്റേതെങ്കിലും ദൈവദാസന്റെ അഭിഷേകം കൊണ്ടല്ല. നിന്റെ അഭിഷേകം നിന്റെ വീടിന്റെ കെട്ടിനെ പൊട്ടിക്കും. നിന്റെ അഭിഷേകം നിന്റെ വീടിന്റെ നുകത്തെ തകർക്ക്. യേശുവിന്റെ നാമത്തിൽ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, എൻ്റെ വീട്ടിലൊരു ശുശ്രൂഷയുണ്ട്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, എൻ്റെ വീട്ടിലൊരു ശുശ്രൂഷയുണ്ട്. നിങ്ങളിൽ അനേകർ നോക്കി വളരെ കൃത്യമായി ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ ശുശ്രൂഷ പഠിപ്പിക്കുന്നത് പുത്തിരികണ്ടത്തും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലുമല്ല, നിന്റെ വീട്ടിലിട്ടാണ് ദൈവം നിന്നെ ശുശ്രൂഷ പഠിപ്പിക്കുന്നത്. നിന്റെ വീട്ടിനകത്തുള്ള സമ്മർദ്ദത്തിലും സാഹചര്യത്തിലുമാണ് ദുഷ്ടനെ എതിർക്കുവാൻ, അന്ധകാരത്തെ ശാസിപ്പാൻ, രോഗികളെ പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന്റെ കൃപയാൽ പ്രവർത്തിപ്പാൻ നിന്റെ വീട്ടിനകത്ത് വെച്ച് ദൈവം നിന്നെ കാണാത്ത മണ്ഡലത്തിൽ ഒരുക്കുകയാണ്. യെസ്. നിങ്ങൾ അനേകരെ നോക്കി ഞാൻ പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ അനേകരെ കർത്താവ് ട്രെയിൻ ചെയ്യുന്നു. ആയിരങ്ങളുടെ വിടുതൽ വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. Come on, respond somebody. അനേകരെ വിടുതൽ വേണ്ടി ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? അനേകരെ വിടുതൽ വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ നിന്നെ ഇതാ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. അഹരോൻ വീടിനകത്ത് വെച്ച് ശപിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ടവനായിരുന്നു. പക്ഷെ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ആദ്യമായിട്ട് അഭിഷേക തൈലം വീണത് അഹരോന്റെ മേലാണ്. അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്. 123 സങ്കീർത്തനം അവണ്ണം പറയുന്നു. സ്തോത്രം. അതെ, തിരുവചനം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അതെ, അഹരോന്റെ അഭിഷേകം സ്തോത്രം പൗരോഹിത്യ അഭിഷേകമായിരുന്നു. ദാവീദിന്റെ അഭിഷേകം രാജകീയ അഭിഷേകമായിരുന്നു. അഗൈൻ സ്തോത്രം, എലീശായുടെ മേൽ വന്നതായ അഭിഷേകം പ്രവചന അഭിഷേകമായിരുന്നു. 3 അഭിഷേകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്തിനാണ് അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞത്? ക്രിസ്തു എന്ന പദത്തിനർത്ഥം അഭിഷിക്തൻ എന്നാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് അഭിഷിക്തൻ? രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. പെട്ടെന്ന് പറ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. മെസ്സായ, ക്രൈസ്റ്റ് മീൻസ് അനോയിന്റഡ് വൺ. മെസ്സായ, ക്രൈസ്റ്റ് മീൻസ് അനോയിന്റഡ് വൺ. പുതിയ നിയമത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എവിടെ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം. ഇതാ ആൻഡ്രൂ, അന്ത്രയോസ് കടന്നു വന്ന് പത്രോസിനോട് പറയുന്നു, വി ഹാവ് ഫൗണ്ട് മെസ്സായ. ഞങ്ങളിതാ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അന്ത്രയോസ് വന്നിട്ട് പറയുന്നു, ഞാനിതാ മെശിഹായെ കണ്ടെത്തി. ആദ്യം യേശുവിനെ കണ്ടെത്തിയത് പത്രോസ് അല്ല,
ഒരിക്കൽ കൂടെ, ആദ്യം യേശുവിനെ കണ്ടെത്തിയത് പത്രോസ് അല്ല, ആദ്യം യേശുവിനെ കണ്ടെത്തിയത് അന്ത്രയോസാണ്. പക്ഷേ അന്ത്രയോസിനെ തള്ളിമാറ്റി പത്രോസ് യേശുവിൻ്റെ സ്തോത്രം അപ്പോസ്തലത്വത്തിൽ മുന്നേറി. ഒരിക്കൽ കൂടെ, അന്ത്രയോസ് എന്ന സ്വന്തം സഹോദരനെ ഓവർടേക്ക് ചെയ്ത് പത്രോസ് യേശു കർത്താവിൻ്റെ കൃപയിൽ മുന്നേറി. കാരണം അന്ത്രയോസ് പലതിനും തണുപ്പനായിരുന്നെങ്കിൽ സ്തോത്രം പത്രോസ് പലതിനും അഗ്രവേറ്റഡ് ആയിരുന്നു, അഗ്രസീവായിരുന്നു. ഇന്ന് പകരം ഈ തേർഡ് സർവീസിന് എൻ്റെ മുമ്പിൽ അഗ്രസീവായിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ പറയട്ടെ, ആയിരങ്ങളെ നീ ഓവർടേക്ക് ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. അഗ്രസീവായിരിക്കുന്നവർക്കായി സ്തോത്രം. വയലന്റ് പ്രേസ്, വയലന്റ് ഫെയ്ത്ത്. അഗ്രസീവായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരും ഓടുന്നവരും അനേകരെ ഓവർടേക്ക് ചെയ്യും. അന്ത്രയോസിനെ തള്ളിമാറ്റി പത്രോസ് കർത്താവിനോട് അടുത്ത്. പക്ഷേ അന്ത്രയോസാണ് വന്ന് പറയുന്നത്, വി ഹാവ് ഫൗണ്ട് മെസ്സായ, ഞങ്ങളിതാ മെസ്സിഹായെ കണ്ടെത്തിയിരിക്കുന്നു. മെസ്സിഹായ് എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ്. എന്നാൽ പഴയ നിയമത്തിലുണ്ടായിരുന്ന അഭിഷേകം സ്തോത്രം എബ്രായർ 1:1 ഭാഗമായി വിവിധമായി പാർട്ട് ബൈ പാർട്ടായിട്ട് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അഭിഷേകം കടന്നു വന്നു. അഹ്റോന്റെ മേൽ വന്നത് പാർഷ്യൽ അഭിഷേകം, എലീശായുടെ മേൽ വന്നത് പാർഷ്യൽ അഭിഷേകം, ദാവീദിന്റെ മേൽ വന്നത് പാർഷ്യൽ അഭിഷേകം. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിന്റെ മേൽ വന്നത് പാർഷ്യൽ അഭിഷേകം അല്ല, ക്രിസ്തുവിന്റെ അഭിഷേകമാണ്. ഈ തലമുറയിൽ പുതിയ നിയമത്തിൽ സഭയ്ക്ക് ദൈവം കൊടുക്കുന്നത് പഴയ നിയമത്തിന്റെ അഭിഷേകമല്ല, പുതിയ നിയമത്തിന്റെ അഭിഷേകം. തിരുവചനം പറയുന്നു, അവന്റെ അളവിനാൽ നമ്മൾ കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു, അവന്റെ നിറവിനാൽ ദൈവം നമ്മെ നിറയ്ക്കുന്നു. അതുകൊണ്ട് പാർഷ്യൽ അഭിഷേകമല്ല, പാർഷ്യൽ ശുശ്രൂഷയല്ല, പാർഷ്യൽ പ്രവചനമല്ല, പാർഷ്യൽ ടീച്ചിങ് അല്ല. പാർഷ്യൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കമാൺ, പാർഷ്യൽ ക്ലബിൽ നിന്ന് ഇന്ന് പകൽ ഒരു ടോട്ടാലിറ്റിയിലേക്ക് ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. പാർഷ്യാലിറ്റിയിൽ നിന്ന് ഒരു ടോട്ടാലിറ്റി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം പഴയ നിയമത്തിലായിരുന്നു പാർഷ്യൽ അഭിഷേകം, പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ നിറവിനാൽ ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്നു. യോഹന്നാൻ 3:34 പറയുന്നു, that was the anointing without any measure. അളവില്ലാത്ത ദൈവത്തിന്റെ അഭിഷേകം, അളവില്ലാത്ത അഭിഷേകം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, അളവില്ലാത്ത അഭിഷേകം. ഒരിക്കൽ കൂടെ, അളവില്ലാത്ത അഭിഷേകം. the anointing without any measure, അളവില്ലാത്ത അഭിഷേകം. പഴയ നിയമത്തിൽ സ്തോത്രം പുരോഹിതനാകട്ടെ, പ്രവാചകനാകട്ടെ, രാജാവാകട്ടെ, അവിടെ മേൽ കടന്നു വന്നത് പാർഷ്യൽ അഭിഷേകമായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ സ്തോത്രം ക്രൈസ്റ്റിന്റെ മേൽ, ക്രിസ്തുവിന്റെ മേൽ വന്നത് ടോട്ടാലിറ്റി, സമ്പൂർണമായ അഭിഷേകം. മനസ്സിലാക്ക്, ആ ക്രിസ്തുവിൽ നീ ആയിത്തീരുമ്പോൾ നിനക്ക് പാർഷ്യൽ അല്ല, പകരം ടോട്ടലാണ് ദൈവം നൽകുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കഴിയത്തില്ല, ആ സബ്ജക്റ്റ് വീക്കാണ്, മറ്റേ കാര്യം നടക്കത്തില്ല എന്ന് നിനക്ക് പറവാൻ കഴിയത്തില്ല. മറ്റുള്ളവർക്ക് കഴിയാത്തത് അഭിഷേകത്തിലൂടെ നീ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. കമാൺ. യെസ്. ഈ വർഷം എനിക്കത് കാണണം. എല്ലാ വ്യക്തികളിലും, എല്ലാ വീടുകളിലും, അതിലുപരി എല്ലാ ശുശ്രൂഷകളിൽ വെളിപ്പെടുന്നത് യേശുവിന്റെ നാമത്തിൽ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളിൽ മാറ്റിവെച്ച ഫയലുകൾ, കഴിയത്തില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് പറ. കഴിഞ്ഞ വർഷങ്ങളെ മാറ്റിവെച്ചത് പറ. കഴിഞ്ഞ വർഷങ്ങളെ കഴിയത്തില്ലെന്ന് പറഞ്ഞ് തള്ളി മാറ്റിയത് പറ. ഈ വർഷത്തിൽ ദൈവത്തിന്റെ കൃപയാൽ നീ തള്ളി മാറ്റിയെങ്കിൽ നിന്നിലൂടെ തന്നെ അഭിഷേകം ചെയ്ത് തികയ്ക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കഴിയാത്തത് സ്തോത്രം ദൈവം നിന്നിലൂടെ ചെയ്യും. എങ്ങനെ? സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ, അഭിഷേകത്തിലൂടെ. കുഞ്ഞെ, നീ പഠിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ. ഓരോ ടെക്സ്റ്റും, ഓരോ സ്തോത്രം, അതെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എടുത്തു വെക്കും, പറയണം വെൽക്കം ഹോളി സ്പിരിറ്റ്, ലെറ്റ് us learn together. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ ബുദ്ധി നിന്നിലൂടെ വ്യാപരിക്കട്ടെ. ഒരു സ്തോത്രം, അതെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ നിന്റെ ബോസിനെ നോക്കി ഗുഡ് മോർണിംഗ് ബോസ് എന്നല്ല നീ ആദ്യം പറയേണ്ടത്. ഒരു ഓഫീസിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ പറയേണ്ടത് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ പ്രഭാതവന്ദനം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. സ്തോത്രം. അതെ പരിശുദ്ധാത്മാവേ ഗുഡ് മോർണിംഗ്. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ കഴിവ് നിന്നിലൂടെ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവിൽ ബിസിനസ് ചെയ്താട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിൽ ബിസിനസ് ചെയ്താട്ടെ, ദൈവത്തിന്റെ ആത്മാവിൽ ജോലി ചെയ്താട്ടെ, ദൈവത്തിന്റെ ആത്മാവിൽ പഠിച്ചാട്ടെ. ഹല്ലേലൂയ. അനോയിന്റിംഗിൽ ഒന്ന് ചെയ്തു നോക്കുമ്പോൾ നിന്റെ കഴിവല്ല വെളിപ്പെടുന്നത്. എനിക്കറിയാം നിന്റെ കഴിവ് തോക്കാനുള്ള കഴിവാണ്, നിന്റെ കഴിവ് സ്തോത്രം അതെ പിന്നിൽ പോകാനുള്ള കഴിവാണ്. ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്നത് നിന്നിലൂടെ വെളിപ്പെടുന്ന കർത്താവിന്റെ കഴിവ് കണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്.
കഴിവല്ല ഞാൻ പറയുന്നത്, നിന്നിലൂടെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ കഴിവാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ കഴിവ് ആർക്ക് വേണം? ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ കഴിവ്. യെസ്, അവന് കഴിയും, അവനത് കഴിയും. ഈ വർഷം അവനത് ചെയ്തു തുടങ്ങാനല്ല, ചെയ്ത് തീർക്കാൻ അവന് കഴിയും. In Jesus' name. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറ, നമ്മളത് അനുഭവിക്കാൻ പോവാണ്. പെട്ടെന്ന് പറഞ്ഞേ, നമ്മളത് അനുഭവിക്കാൻ പോവാ. നിനക്കത് കഴിയത്തില്ല, ഐ നോ. നിന്റെ സ്കൂളിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, നിന്റെ ടീച്ചർക്ക് അത് പറഞ്ഞു തരേണ്ടതല്ല, കഴിവില്ല. പക്ഷേ in Jesus' name I am talking to the second generation, particularly this afternoon. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അനോയിന്റിങ്ങിന് നിന്നിലൂടെ അത് കഴിയും. ഞാനത് കാണുവാൻ വേണ്ടി പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. മനസ്സിലാക്കുന്ന ഒരാമേൻ പറ. ഈ വർഷം ക്രൈസ്റ്റ് സെന്ററിലുള്ള ചിലരുടെ ഫോട്ടോസ് ചില ലീഡിംഗ് മാധ്യമങ്ങളിൽ കടന്നു വരുന്നത് ഞാൻ കാണാൻ വേണ്ടി പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കൈയടിക്കുന്ന നേരെ കൈയടിച്ച മക്കളെ, അതിൽ നീ ഉൾപ്പെട്ടിട്ടുണ്ട്. യെസ്. എങ്ങാണ്ട് കിടന്ന് ഒരാശാരി പ്രസംഗിക്കുന്നു, എങ്ങാണ്ട് കിടന്ന് ഒരാശാരി പ്രവചിക്കുന്നു, എങ്ങാണ്ട് കിടന്ന് ഒരാശാരി രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, അടക്കാരാധനയെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സർവീസുകളാക്കി തീർക്കുന്നു. ജനം മുഴുവൻ പറഞ്ഞ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നിന്റെ അങ്കിൾ അതാണ് പറഞ്ഞത്, നിന്റെ ആന്റി അതാണ് പറഞ്ഞത്. നിന്നെ കൊണ്ട് ഇത് പറ്റുമോ? നിന്നെ കൊണ്ട് ജയിക്കാൻ പറ്റുമോ? നിന്നെ കൊണ്ട് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റുമോ? എന്നാൽ പകയ്ക്കുന്നവന്റെ വായെ തുടർന്ന് ആഴ്ചകളിൽ മിണ്ടാതാക്കുന്ന അഭിഷേകത്തിനായി സ്തോത്രം. യെസ്, 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 യെസ്. കഴിയും അപ്പാ, കഴിയും. ഈ കുഞ്ഞുങ്ങളിലൂടെ കഴിയും, ആ സഹോദരനിലൂടെ കഴിയും, ആ സഹോദരിയുടെ കഴിയും, ആ കുടുംബത്തിലൂടെ കഴിയും, ആ ശുശ്രൂഷകളിലൂടെ കഴിയും. ഇൻ ജീസസ് നെയിം പുറത്തെടുക്കും, പുറത്തെടുക്കും, പുറത്തെടുക്കും. ഇവരിലൂടെ കഴിയത്തുള്ളൂ. കരയുന്ന ദാഹമുള്ള 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 ഇവരിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്, നമ്മൾ ടീച്ചർ പറയുന്നത്, അപ്പം പറയുന്നത്, അമ്മ പറയുന്നതും സാഹചര്യം പറയുന്നതും നമുക്ക് മുൻപേ പോയ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടന്നത് എല്ലാം നമ്മളങ്ങ് കേട്ട് അങ്ങ് വിശ്വസിക്കും. എന്നാൽ അടുത്തിരിക്കുന്നൊരു തൊട്ട് ഒരിക്കൽ കൂടെ പറ, സാത്താൻ കള്ളനാണ്. പറഞ്ഞാട്ടെ, സാത്താൻ കള്ളനാണ്, അവൻ കള്ളമേ പറയത്തുള്ളൂ. പിശാച് കള്ളനാണ്, അവൻ കള്ളമേ പറയത്തുള്ളൂ. ഈ വർഷം യേശുവിൻ നാമത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ട കാര്യം, ഞാൻ സൂപ്പർ സ്റ്റാർ ആയിട്ടല്ല നിൽക്കുന്നത്, നിങ്ങൾ ഒരുവനായിട്ടാണ് നിൽക്കുന്നത്. ഞാനും പ്രാപിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപയും മയക്കം പിടിച്ച് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ രണ്ട് കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന് കൊടുക്കുന്നുണ്ട്, രണ്ട് ഞാൻ വാങ്ങുന്നുണ്ട്. യെസ്, 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 യെസ്. യേശുവിന്റെ രക്തം ചെയ്യാൻ ശത്രുവേ നീ തോറ്റവനാണ്. സാത്താനെ നീ പല്ല് കടിച്ച് കുരിപ്പോകും, നിന്റെ ആശ നശിച്ചു പോകും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. നമുക്ക് പറ്റുന്ന കുഴപ്പം ഈ റോങ് ആയിട്ടുള്ള സ്തോത്രം, അതേ കാര്യങ്ങളെ കാണാനും കേൾക്കാനും സംഗ്രഹിക്കാനുമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. മനുഷ്യ സഹജമാണത്. റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പൊളിയുന്നത് കാണാനാണ് ഭയങ്കര ഇഷ്ടം. പണിയുന്നത് കാണാൻ നമുക്ക് താല്പര്യമില്ല. പൊളിയുന്നത് കാണാനാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം, പണിയുന്നത് കാണാൻ നമുക്ക് താല്പര്യമില്ല. ഇന്നലെയും ഇന്നും സ്തോത്രം വേണ്ട പലരും പലതും പൊളിച്ചു. 1.5 ലക്ഷത്തിലധികം പേര് ഒരു ചാനലിരുന്ന് കാണുകയാണ്. മറ്റൊരു ചാനൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 1,20,000 പേര് കാണുകയാണ്. മൂന്നാമത് വേറെ ചാനൽ നോക്കുമ്പോൾ 75,000-ഓളം പേർ കാണുകയാണ്. എന്താണ് അവർ കാണുന്നത്? പണിയുന്നതല്ല അവർക്ക് കാണാൻ താല്പര്യം. വ്യക്തികളെ പണിയുന്നതും ശുശ്രൂഷകളെ പണിയുന്നതും കാണാൻ അവർക്ക് കണ്ണില്ല. പണിയുന്നത് കാണാൻ കണ്ണേയില്ല. നന്മ കാണാൻ കണ്ണേയില്ല. നന്മ കാണാൻ കണ്ണേയില്ല. പൊളിയുന്നത് കാണാൻ, മരടിൽ പൊളിഞ്ഞു വീഴുന്നത് കാണാൻ, മരടിൽ പൊളിഞ്ഞു വീഴുന്നത് കാണാൻ സ്തോത്രം ഇതാ കാത്തിരിക്കുകയാണ്. ചായയില്ല, കാപ്പിയില്ല, പല്ലിയച്ചിട്ടില്ല, ടോയ്ലറ്റിൽ പോയിട്ടില്ല, എപ്പ ഇത് പൊട്ടുമെന്നറിയത്തില്ല, നോക്കിയിരിക്കുകയാണ്, എപ്പ താഴെ വീഴുമെന്നറിയത്തില്ല. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നീ പൊളിഞ്ഞു വീഴുന്നത് കാണാൻ, നീ തകർന്നു പോകുന്നത് കാണാൻ ഓ ദുഷ്ട മനുഷ്യനും സാത്താനും കാത്തിരിക്കുമ്പോ എന്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ പണിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മരടിലുള്ളത് പൊളിഞ്ഞു. നീ പഞ്ചായത്ത് വകയല്ല, നീ നഗരസഭയുടെ വകയല്ല. സ്തോത്രം, നീ പരലോകത്തിന്റെ വകയാ, നീ ദൈവത്തിന്റെ വകയാ. നിന്നെ പൊളിക്കാൻ നോക്കുന്നവൻ പൊളിക്കുന്നതല്ലാതെ. ഓ നോ നോ. അതുകൊണ്ട് ഭൂമിയിലെ റേഡിയോ നമുക്ക് ഓഫ് ചെയ്യാം, സ്വർഗത്തിൻ്റെ റേഡിയോ നമുക്ക് ഓൺ ചെയ്യാം. ഭൂമിയിലെ റേഡിയോ നമുക്ക് ഓഫ് ചെയ്യാം, സ്വർഗത്തിൻ്റെ റേഡിയോ നമുക്ക് ഓൺ ചെയ്യാം. മനസ്സിലായില്ല? ഭൂമിയിലെ റേഡിയോ, ബുദ്ധിയുടെ റേഡിയോ നമുക്ക് ഓഫ് ചെയ്യാം, സ്വർഗത്തിൻ്റെ റേഡിയോ ഓൺ ചെയ്യാം. ഭൂമിയിലെ റേഡിയോ ഓഫ് ചെയ്യും, മനുഷ്യൻ പറയുന്നതല്ല ഓഫ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും സ്തോത്രം അതേ നിന്നെ ഫോൺ ചെയ്ത് വല്ലതും പറയുകയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാട്ടെ, പല്ലിയേക്കകത്ത് നിന്റെ വാ കൊണ്ടുള്ളതായ വാനാറ്റം എനിക്ക് വേണ്ട. പറ, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്നാ പറഞ്ഞു അത് പറ. ദൈവം പറഞ്ഞത് തിന്മ പറയത്തില്ല, ദൈവം തിന്മ പറയത്തില്ല, ദൈവം നന്മ പറയത്തേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ ഭാവി വരുവാൻ എങ്ങനെ? PhD കൊണ്ടല്ല, ചെതൽ പിടിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല, യേശുവിനെ ക്രിസ്തുവാക്കി തീർത്തത് അഭിഷേകത്താലാണ്. ശബ്ദമുയർത്തി പറയാം, അഭിഷേകത്താലാണ് നീ ലക്ഷ്യത്തിൽ എത്തുന്നത്. പിള്ളേരെ നോക്കി പറ, ദൈവത്തിന്റെ സാന്നിധ്യമാണ് അഭിഷേകം. സംസാരിക്കുന്ന പിതാവ്, നിൽക്കുന്ന പുത്രൻ, ഇറങ്ങി വരുന്ന പ്രാവന്ന ദേഹരൂപത്തിലുള്ള പരിശുദ്ധാത്മാവ്, ദ പ്രസൻസ് ഓഫ് ഗോഡ് ആണ് അഭിഷേകം. ദൈവത്തിന്റെ സാന്നിധ്യം. ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ മനസ്സിലാക്കണം, ആ റൂമിൽ നീ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്ക് ആ വീട്ടിൽ കിടന്ന് വിതുമ്പുമ്പോൾ മനസ്സിലാക്കണം, ആ വീട്ടിൽ നീ ഒറ്റയ്ക്കല്ല. യഹോവ ശാമാ, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ അഭിഷേകം. നീ എത്തേണ്ട ബിസിനസ് മേഖലയിൽ നിന്നെ എത്തിക്കുന്നത്, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നത്, നിന്നെ ഈ വർഷം എസ്റ്റാബ്ലിഷ് ആക്കുന്നത്, ഇതുവരെ സൈൻ ചെയ്തിട്ടില്ലാത്ത ചെക്കിൽ നീ സൈൻ ചെയ്യുന്നത്, ഇതുവരെ ഇല്ലാത്തതായ അക്കൗണ്ടിൽ അക്കുമുലേഷൻ നടക്കുന്നത്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ നീ കാണുന്നത്, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷകൾ നീ ചെയ്യുന്നത്, ഇതുവരെ പറയാത്ത വെളിപ്പാടുകൾ നീ പറയുന്നത്, ഇതുവരെ പ്രസംഗിച്ചിട്ടില്ലാത്ത ധ്വനിയിൽ നീ നിൽക്കുന്നത്, ഇതുവരെ ഇല്ലാത്ത പഞ്ചിലും ഫ്ലേവറിലും ദൈവത്തിന്റെ കൃപയിൽ നീ ജ്വലിക്കുന്നത് ദൈവത്തിന്റെ അഭിഷേകത്തിലാണ്. ദൈവത്തിൻ്റെ അഭിഷേകത്തിലാണ്. സ്തോത്രവൻ പോയി ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അടുത്ത ആഴ്ചകൾ നമ്മൾ കേൾക്കും ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, എക്സെട്രാ നൂറുകണക്കിന് കാര്യങ്ങൾ ദൈവകൃപയാൽ നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോകുകയാണ്. ആരെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയെങ്കിൽ കൊള്ളായിരുന്നു. എല്ലാം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എഴുതിക്കോ. പബ്ലിഷ് ചെയ്തോ, എൻ്റെ പേരെഴുതണ്ട. സ്തോത്രം, അതേ പകരം നിങ്ങൾ എങ്ങനെയെങ്കിലും ദൈവനാമത്വപ്പെട്ടാൽ മതി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം, അതേ ആപ്ലിക്കേഷൻ ഓഫ് ദ അനോയിന്റിംഗ്. അഭിഷേകത്തിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് നിന്റെ മേൽ? സ്തോത്രം, ക്രിസ്തുവിന്റെ അഭിഷേകം എന്നാൽ നീ എന്താ ചെയ്യുന്നത്? നീ വൈബ്രേറ്റ് ചെയ്യോ? നീ സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റിൽ താഴെ വീഴുവോ? നീ ബഹളം വെക്കുമോ? ഈ നല്ല കസേര നീ പൊളിക്കുകയോ? എന്താ ചെയ്യുന്നത്? അഭിഷേകത്തിന്റെ ആപ്ലിക്കേഷൻ പറയട്ടെ. നമ്പർ 1 ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രീസ്ലി അനോയിന്റിംഗ്. സ്തോത്രം, പൗരോഹിത്യ അഭിഷേകം. പൗരോഹിത്യ അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ അഭിഷേകം. Because the priest standing before God on the behalf of the people of God, ദൈവത്തിന്റെ ജനത്തെ പ്രതിനിധീകരിച്ച് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവത്തിന്റെ ജനത്തെ പ്രതിനിധീകരിച്ച് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്നവനാണ് സ്തോത്രം പുരോഹിതൻ. ഇന്നും നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുമ്പോൾ യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ പിന്നെ പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവരുടെ പ്രാർത്ഥന സെക്കൻഡറി പ്രാർത്ഥനയാണ്. പാസ്റ്റേഴ്സിന്റെ പ്രാർത്ഥന, ആന്റിമാരുടെ പ്രാർത്ഥന. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പറയും പ്രാർത്ഥിച്ചോളണേ. അത് രണ്ടാം തരമാണ്. ഒന്നാം തരം നീ മുട്ടുമടക്കണം, നീ വാ തുറക്കണം, നീ പ്രാർത്ഥിക്കണം. അപ്പം നീ വാ തുറക്കുമ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് യേശു നിനക്ക് വേണ്ടി വാ തുറക്കും. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമല്ല നിനക്ക് വേണ്ടി ശബ്ദമുയർന്നത്. നിയമസഭയിലും പാർലമെന്റിലുമല്ല നിനക്ക് വേണ്ടി ശബ്ദമുയർന്നത്. സ്വർഗത്ത് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം വെച്ച് യേശു കർത്താവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനോയിന്റിംഗ് നിന്റെ മേലുണ്ടെങ്കിൽ, അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, എൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നീ പ്രാർത്ഥിക്കുന്നവനാണ്.